നമ്മൾ ഇന്ന് കേരളത്തിലേക്ക് എടുത്തിരിക്കുന്ന ഒരു 30-40ഓളം പശുക്കുട്ടികളാണ് കേട്ടോ. കിഡിലൻ പശുക്കുട്ടികൾ. നമ്മൾ എല്ലാ തവണയും പശുക്കളാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് അടിപൊളി പശുക്കുട്ടികളാണ് എടുത്തിട്ടുള്ളത്. ശക്തിനെ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം. ഇന്ന് നമ്മളിപ്പോ ചിന്താമണി മാർക്കിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ബ്രാൻഡ് പശുക്കൾ എടുത്തത് അല്ലേ? ഏത് ബ്രാൻഡാണ് പശുക്കളൊക്കെ? ABS ബ്രാൻഡ് പശുക്കൾ ഒരു 6ഓളം പശുക്കൾ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായിട്ട് കുറെ എണ്ണാൻ ഇല്ലാത്ത രീതിയിൽ കുറെ പശുക്കുട്ടി എടുത്തിട്ടുണ്ട്. ഒരു എത്ര ഉണ്ട് എണ്ണിട്ട് 42ഓളം പശുക്കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കേരളത്തിലെ കണ്ണൂരിലേക്ക് എടുത്തിട്ടുള്ള പശുക്കുട്ടികളാണ് കേട്ടോ ഈ കാണുന്ന ഫുള്ള്. ഇതൊക്കെ ഏകദേശം എങ്ങനെ, എത്ര പ്രായം, എന്ത് പ്രൈസ്? ഒരു വയസ്സ് 12, 13 മാസം 14 മാസം അന്ന റേഞ്ചിൽ വന്നിട്ടുള്ള അടിപൊളി എല്ലാം കൊമ്പില്ലാത്ത കൊമ്പ് കരിച്ചേക്കാണോ? കൊമ്പ് കരിച്ച പശുക്കള്, ഒറിജിനൽ പശുക്കള് എല്ലാം മിക്സിംഗ് ഇருக்கு. ഇതൊക്കെ എങ്ങനെ പ്രൈസ് റേഞ്ച്, എത്ര റേഞ്ചിലോട്ട് വാങ്ങാൻ പറ്റും? 24 മുതൽ 32. ഈ ഒരു പശു അണ്ണന് അത്ര നല്ല ഹൈറ്റും ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ അണ്ണന് ഹൈറ്റിലുള്ള നല്ല അടിപൊളി കുട്ടികളാണ്. ഇതൊക്കെ 22 രൂപ. എല്ലാം 22, 34 എല്ലാമേ കളന്നിருக்கு. 22 മുതൽ 34 റേഞ്ചിൽ വന്നിട്ടുള്ള പശുക്കളാണ്. ഈ 40 പശുക്കൾ നമ്മൾ ഒരുമിച്ച് തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂർ പോകുമ്പോൾ വണ്ടിക്കൂലി എത്ര വരും നമുക്ക്? 1 കിലോമീറ്റർക്ക് 35 രൂപ. 35 രൂപ. വലിയ വണ്ടിയിലാണ് ഈ ഒരുമിച്ച് ഒറ്റ പശുവിനെ കയറ്റി വിടുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും 7 രൂപ. പലർക്കും ഉള്ള സംശയം ഈ കിലോമീറ്റർ പറയുമ്പോൾ എങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ നോക്കിക്കുക. ഇവിടുന്ന് അവർ പറഞ്ഞ അനുസരിച്ച് 500 കിലോമീറ്റർ ആണ്. 30 രൂപ വണ്ടി இருக்கு, 32 രൂപ இருக்கு, 35 രൂപ இருக்கு. இந்த വണ്ടി 30 എണ്ണം കൊല്ല വണ്ടി 35 രൂപ വരും. 35 രൂപ. അതായത് 30 മുതൽ വലിയ വണ്ടികൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ 35 രൂപ കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. അത് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ മേയാൻ പറ്റെങ്കിലേ മേയിച്ച് വളർത്താൻ പറ്റുന്ന പശുക്കുട്ടികളാണ്. ഒരെണ്ണം ഇപ്പോഴേ അവിടെ നിന്ന് മേഞ്ഞ് പോവാണ്.